നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, ഐ എം സിതാര മോഹൻ, ഹിപ്നോട്ടിക് കൗൺസിലർ, മൈൻഡ് പവർ ട്രെയിനർ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ. അപ്പോൾ ഒരുപാട് പേര്, ഇത്രയൊക്കെ പേര് ഈ ഒരു സൈക്കോളജി, ലോ ഓഫ് അട്രാക്ഷൻ്റെ സബ്ജക്റ്റ് അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ സന്തോഷമാണ്. കാരണം ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള സബ്ജക്റ്റ്. അവർ അപ്ഡേറ്റാണ് കാര്യങ്ങൾ. അവർ പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും അതിൽ പ്രവർത്തിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നു. അതിന് തെളിവാണ് ഒരുപാട് പേര് എന്നെ വീഡിയോസ് കണ്ടിട്ട് കോൾ ചെയ്യുന്നു, അവരഭിപ്രായങ്ങൾ പറയുന്നു. അവർ ഈ ടെക്നിക്ക് ചെയ്തിട്ട് എനിക്ക് ഇന്നത് കിട്ടി മാം പറഞ്ഞതുപോലെ ചെയ്തിട്ട് എനിക്ക് നേടാൻ സാധിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്, ശരിക്കും സന്തോഷമാണ്. അപ്പോൾ ഇത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ എന്തായാലും മാറ്റം ഉണ്ടായിരിക്കും, ഉറപ്പാണത്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആര് കാണുകയാണെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. കാരണം സൈക്കോളജിയാണ് നമ്മുടെ സബ്ജക്റ്റ്. എൻ്റെ സബ്ജക്റ്റ് സൈക്കോളജിയാണ്. ഈ സൈക്കോളജി പൊതുവേ മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. അതത്രയും സിമ്പിളാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിൽ ഞാൻ സിമ്പിളാക്കിയിട്ടാണ് പറഞ്ഞിരുന്നത്. അതുപോലും നിങ്ങൾ കംപ്ലീറ്റ് കാണുന്നില്ല, സ്കിപ്പ് ചെയ്ത് കണ്ട് വീണ്ടും വീണ്ടും ഡൗട്ട് ചോദിച്ചുകൊണ്ടിരുന്നാൽ പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണ്. ആദ്യം മുതൽ അവസാനം വരെ കാണും, നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തേതൊരു രസകരമായൊരു ടെക്നിക്കാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹങ്ങൾ നിങ്ങൾ ഇതൊരു സ്പിരിച്വാലിറ്റിയിലാണെങ്കിൽ, അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ സയൻസ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു കാര്യം വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ നമുക്കത് മാനിഫെസ്റ്റേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സയൻസ്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ബേ ലീഫ്. നമ്മൾ വഴനയില എന്നൊക്കെ പറയില്ലേ, കറുവപ്പട്ടേൻ്റെ ഇല, ആ ഇല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു വഴനയില, ബേ ലീഫ് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ കറുവപ്പട്ടേൻ്റെ ഇല. ആ ഇല എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രിയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധയോടെ കേട്ടോളൂ, നിങ്ങൾ ചെയ്യേണ്ടത് രാത്രിയാണ്. നിങ്ങൾ എടുത്തതിന് ശേഷം സ്വസ്ഥമായൊരു സ്ഥലത്ത് പോയിരുന്ന് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന, അതായത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കുക, എല്ലാം കൂടെ ഒരുമിച്ചല്ല, ഒരു കാര്യം തിരഞ്ഞെടുത്ത് അതിനെ വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ കാണുക. വളരെ വ്യക്തമായി, വളരെ വ്യക്തതയോടെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. അങ്ങനെ കാണുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നിങ്ങളുടെ മനസ്സിനൊരു ഐഡിയ ഉണ്ടാവും, ഇതാണ് കാര്യം, ഇന്നയാൾക്ക് ഇതാണ് വേണ്ടത് എന്നൊരു ക്ലാരിറ്റി കിട്ടും. അങ്ങനെ നിങ്ങൾ മനസ്സിൽ കണ്ട ശേഷം പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി, നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഫീലിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫീലിങ്സ് അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രസൻറ്റ് ടെൻസിലെയും ബേ ലീഫിൽ എഴുതുക. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ സ്വപ്ന ഭവനം നിർമ്മിക്കാൻ സാധിച്ചതിൽ നന്ദി. ഒരു പുതിയ വീടിന് വേണ്ടിയിട്ട് ഒരാൾ എഴുതുകയാണ്. എങ്ങനെ? എനിക്ക് എൻ്റെ സ്വപ്ന ഭവനം നിർമ്മിക്കാൻ സാധിച്ചതിൽ നന്ദി. മനസ്സറിഞ്ഞ് പറയുകയാണ്, ഫീൽ ചെയ്തുകൊണ്ട് പറയുകയാണ്. വീടിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നേടാൻ, നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന വീടിൻ്റെ ചിത്രം, ഏത് മോഡലാണ്, എങ്ങനെയുള്ളതാണ്, സിറ്റ് ഔട്ട് എങ്ങനെയാണ്, ബെഡ്റൂം എങ്ങനെയാണ്, എത്ര ബെഡ്റൂം വേണം, കിച്ചൺ എങ്ങനെയാണ്, ഇങ്ങനെ ഓരോന്നും മനസ്സിൽ വളരെ വ്യക്തമായി നിങ്ങൾ കണ്ടുകൊണ്ട് വേണം ഈ ഒരു എന്തെഴുതാം, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, വഴനയിലയിൽ എഴുതി 21 ദിവസം ഇത് എഴുതേണ്ടത് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. പക്ഷേ ഈ ഇല
ഈല 21 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിലോ നിങ്ങളുടെ ഡയറിയിലോ നിങ്ങളുടെ പുസ്തകത്തിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാം. 21 ദിവസം, കറക്റ്റ് 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഏകദേശം ഒരു വാടിയിട്ടുണ്ട്, ഒരു ഉണക്കം തട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, കത്തിച്ച് കളയുക. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇല കത്തിച്ച് കളയുക. പിന്നെ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കുക, ലെറ്റ് ഇറ്റ് ഗോ നടത്തുക. അത് ഏറ്റെടുത്തോളും. നിങ്ങൾക്ക് പോസിറ്റീവായ അനുകൂലമായ സാഹചര്യങ്ങൾ പ്രപഞ്ചം കൊണ്ട് തന്നോളൂ. ഈ വഴനിയില എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ ബെസ്റ്റാണ്. അങ്ങനെ ഒരു കഴിവുണ്ട് ഈ വഴനിയിലേക്ക്. നമുക്കുള്ള നെഗറ്റീവ് എനർജി അത് തീർത്തും അവോയ്ഡ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയും. കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്കുള്ള നെഗറ്റീവ് എനർജി, നമ്മളെ ഡൗട്ട്സുകൾ ഇതൊക്കെ പോകും. നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഹാപ്പി. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിളാണ് വീടിൻ്റെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫോളോ ചെയ്ത് ഡെയിലി ചെയ്യാണ്. ഡെയിലി ഈ കർമ്മം ചെയ്യണ്ട, ഇതൊരു പ്രാവശ്യം ചെയ്താൽ മതി. പക്ഷെ ഓരോ കാര്യങ്ങൾ ഇത് ഫോളോ ചെയ്യേണ്ട റൂൾസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ടുകൾ കമൻറ്റ് ചെയ്യുക. ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.